ഒരു പോലീസുകാരൻ വിരട്ടിയാൽ വരുന്നതാണോ അന്യഭാഷ? കെട്ടുനോക്ക്. അടൂരെ ഒരു വീട്ടിൽ കയറി വീട്ടമ്മയുടെ മാലയും അപകരിച്ചുകൊണ്ട് പോയ പാസ്റ്ററിന്റെ വേഷം കെട്ടി വന്ന ഒരു കള്ളൻ. അയാളേതാണ്. അയാൾ ഏതിൽ ഔദ്യോഗിക സഭയിലെ പാസ്റ്ററാണെന്ന് എനിക്ക് വിശ്വാസമില്ല. പാസ്റ്റർമാരെ ഞാൻ കളിയാക്കുമല്ല. പക്ഷേ പാസ്റ്റർ എന്ന പേരിൽ ഇങ്ങനെയുള്ളവന്മാർ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രാർത്ഥിച്ച ആ സാധനം ഒന്ന് കാണിച്ചു, ശരിക്കും കാണിച്ചു. യേശുവിന്റെ നാമത്തിലുള്ള പ്രവർത്തനമല്ലേ? ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് യേശുവിന്റെ നാമത്തില്. യേശുവിന്റെ നാമത്തില് ഇപ്പോൾ തന്നെ നിന്നെ വിടിവിക്കുവാൻ ശക്തനായവൻ യേശുവിന്റെ നാമത്തില്. ബൗട്ടാലിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തില്. ബൗട്ടാലിയ റീകാരവ ബൗട്ടാലിയ ജാരാവ യേശുവിന്റെ നാമത്തിൽ. അന്യഭാഷക്കാരിൽ ഈ ഉടയ്പുകാരുണ്ടെന്നുള്ളത് എൻ്റെ അഭിപ്രായമല്ല. ഒരു പാസ്റ്റർ തന്നെ പ്രസംഗിക്കുന്ന കേട്ട് നോക്ക്, അപ്പോൾ മനസ്സിലാകും. മലയാളികളുടെ അന്യഭാഷ എല്ലാം ഏതാണ്ട് ഒരുപോലെ. അന്യഭാഷ കേൾക്കുമ്പോൾ അറിയാം ഒറിജിനലാണോ ഫേക്ക് ആണോ. അത് വിവേചിക്കാൻ കൃപയുള്ളവർക്ക്. അല്ലാത്തവർക്ക് രോമാഞ്ചമൊക്കെ ഉണ്ടാകും. അത് കേൾക്കുമ്പോ എന്നാ രോമാഞ്ചം. അന്യഭാഷ എന്തിനാണെന്നുള്ളത് ആ പ്രസംഗം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വാസ്തവത്തിൽ സാത്താനെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. കാരണം അന്യഭാഷയാകുമ്പോൾ സാത്താന് അതറിയത്തില്ല. അതുകൊണ്ടാണ് പോലും പുതിയ പുതിയ അറിവുകളെ. കാരണം ഈ അന്യഭാഷയിൽ എന്തായിരുന്നു നീ പറയുന്നതെന്ന് പിശാചിന് അറിയില്ല. അന്യഭാഷ അതിന് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനും ജെയ്സനും ബംഗാളികളാന്നിരിക്കട്ടെ, ഞങ്ങൾ ബംഗാളി ഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് മലയാളം മാത്രം അറിയാവുന്നൊരു പുള്ളി മുമ്പിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഡിസ്കഷൻ നടക്കുക. ഇയാൾ അവിടെ ഇരുന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെ വായിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഇത് കേട്ടതൊന്നും സാത്താന്റെ മാതൃഭാഷ മലയാളമാണ്. ഇതൊക്കെ കേൾക്കാനും വിശ്വസിക്കാനും കുറെ വിശ്വാസികളും മുമ്പിൽ ഇരിപ്പുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് തമ്പുരാനെ. ഈശോ ഏതെങ്കിലും ഒരു അന്ധനെ സുഖപ്പെടുത്താൻ കണ്ണുകൾ തുറക്കട്ടെ എന്ന് പറഞ്ഞായിട്ട് കാണുന്നില്ല. പിന്നെ ഇവൻ എവിടെ നിന്ന് കിട്ടി ഈ ഐഡിയ? പൗലോസ്ലിയ പറയുന്നു, നീ ഭാഷാപരത്തിൽ സ്തുതിക്കുന്നെങ്കിൽ നീ ഒറ്റയ്ക്ക് പോയിരുന്നു സ്തുതിച്ചോ, അല്ലെ കൂടെ ഒരുത്തനെ വിളിച്ചു നിർത്ത. നീ ഈ ഭാഷാപരത്തിൽ പറയുന്ന വ്യാഖ്യാനിക്കാൻ വിവരമുള്ളവനെ. ഇല്ലെങ്കിൽ നാട്ടുകാർ കണ്ടിട്ട് പറയും ഇവന്മാർക്ക് ഭ്രാന്താന്ന് പറയും. അല്ലെ നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരായിട്ട് വായി വരുന്ന വിളിച്ച് പറയുന്നതെന്ന് പറയും. ഒരു അന്യഭാഷ കൂടി ഒന്ന് കേട്ടു നോക്ക്. എന്നിട്ട് ഇതിനകത്ത് ശരിയും പൊരുളും ഒക്കെ ഒന്ന് തിരിച്ചറിയാൻ നോക്ക്. സത്യവിശ്വാസത്തിലേക്ക് വരണം. സത്യം നമ്മളെ സ്വതന്ത്രമാക്കണം. ഈ മനുഷ്യന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കുറെ കാലമൊക്കെ ചിലരെയൊക്കെ പറ്റിക്കാം. പക്ഷെ എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുമോ? അത് തെറ്റാണ്. കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് ചിലർ ചോദിച്ചൊരു ചോദ്യമാണ്, പാസ്റ്റർമാരുടെ ഇടയിൽ മാത്രമേ കള്ളനാണയങ്ങൾ ഉള്ളോ എന്ന്. അല്ല, വൈദികരുടെ ഇടയിലുണ്ട്, സന്യാസിമാരുടെ ഇടയിലുണ്ട്, ഉസ്താദുമാരുടെ ഇടയിലുണ്ട്, മദ്രസ അധ്യാപകരുടെ ഇടയിലുണ്ട്, തന്ത്രിമാരുടെ ഇടയിലുണ്ട്, മന്ത്രിമാരുടെ ഇടയിലുണ്ട്. എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഒരാൾ ഒരു കമന്റിൽ എന്നോട് പറഞ്ഞു, അച്ഛൻ ഡൽഹിയിലിട്ടൊന്നും കത്തോലിക്കരും ഓർത്തഡോക്സും മർത്തമായും യാക്കോബക്കാരും പെന്തിക്കോസുകാരും എല്ലാവരും കൂടി ഒന്നിച്ച് അണിനിരന്നുള്ള ക്രിസ്തീയ റാലി വന്നൊന്ന് കാണ്, ഞങ്ങളിവിടെ നടത്താറുണ്ട് എന്ന് പറഞ്ഞു. നല്ല കാര്യമാണ്. കുരിശിന്റെ പുറകിൽ അണിനിരക്കാൻ തക്കൊണ്ണം പെന്തിക്കോസുകാരുടെ നിൽക്കെന്ന് പറയുന്നത്. അതിന് പക്ഷേ ഒരു കാര്യമുണ്ട്. പാരമ്പര്യ ക്രിസ്തീയ സഭകളോട് ചേർന്ന് കുരിശിന്റെ പിന്നിൽ അണിനിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കവിടെ നിലനിൽപ്പുള്ളൂ. കുരിശില്ലാതെ, ആരുമായിട്ടൊരു സമ്പർക്കമില്ലാതെ രക്ഷിത സമൂഹമായിട്ട് നിലനിൽക്കാൻ തോന്നിയാൽ
അവിടെ പൊടി പോലും കണ്ടുപിടിക്കാനുണ്ടാവില്ല. അതുകൊണ്ട് സ്വരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അവിടെ അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ പക്ഷേ ആടുമോഷണമാണ് നടക്കുക, ഷീപ്പ് സ്റ്റീലിംഗ് ആണ് നടക്കുക. രക്ഷിക്കപ്പെട്ടവരിന് വീട്ടിൽ കയറി വീണ്ടും രക്ഷപ്പെടുത്താനുള്ള ശ്രമം. ആ ശ്രമമൊക്കെ ഉപേക്ഷിക്കണം. എങ്കിൽ മാത്രമേ ക്രിസ്തീയ സാക്ഷ്യം ഉള്ളൂ. എത്രയോ അടുത്ത് പോയി നിർമ്മല സുവിശേഷം അറിയിക്കാൻ തക്കണമുള്ള വയൽ നിലങ്ങളുണ്ട്. ആരെയും കുറ്റം പറയാതെ, അന്യദൈവങ്ങളെ കുറ്റം പറയാതെ, അവരുടെ അമ്പണ്ടങ്ങളെ കുറ്റം പറയാതെ, കർത്താവിൻ്റെ സുവിശേഷം മാത്രം പറയുക, നന്മ ചെയ്യുക. തീർച്ചയായിട്ടും കർത്താവിൻ്റെ സാക്ഷികളായി മാറാൻ തക്കണം. അതൊക്കെ മതി. അതാണ് നല്ലത്.